ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സംസ്ഥാനങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും ഒക്കെയാണ്. ഛത്തീസ്ഗഡ് ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഒപ്പം പോയി, രാജസ്ഥാനും മധ്യപ്രദേശും പോയി. എങ്കിൽ പോലും അവിടെ ബി.ജെ.പിയും കോൺഗ്രസും ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്ന് വരുന്ന വാർത്ത അത്ര ശുഭകരമായ വാർത്തയല്ല. അവിടെ കമൽനാഥാണ് ആദ്യം ബി.ജെ.പിയിലേക്ക് പോകുമെന്ന വാർത്ത വന്നിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന് മകനായി. ഇപ്പോൾ എല്ലാ ദിവസവും കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ, മധ്യപ്രദേശിലെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് ഈ അവരുടെ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നുള്ളതും അവരുടെ സ്ഥാനമാനങ്ങളും നീക്കം ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കമൽനാഥ് പോവുകയാണെങ്കിൽ അതൊരു വലിയ പിളർപ്പിലേക്ക് മധ്യപ്രദേശിൽ കോൺഗ്രസ് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരുപക്ഷെ കമൽനാഥിൻ്റെ മകനോ മാത്രമായിരുന്നു പോകുന്നതെങ്കിൽ കോൺഗ്രസിന് പറഞ്ഞു നിൽക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതിവിശേഷം. ഓരോ ദിവസവും അനവധി നേതാക്കളാണ് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നും അവരുടെ പാർട്ടിയുടെ പേരും ഒപ്പം തന്നെ പാർട്ടി സ്ഥാനമാനങ്ങളും നീക്കം ചെയ്യുന്നത്. അതിനർത്ഥം അവർ ആ പാർട്ടി വിടുന്നു എന്നുള്ളത് തന്നെയാണ്. സാധാരണഗതിയിൽ പാർട്ടി വിടുന്നതിന് തൊട്ട് മുമ്പാണ് ഇത്തരത്തിലൊരു പ്രക്രിയ പല നേതാക്കന്മാരും ചെയ്യുന്നത്. ഏതായാലും മധ്യപ്രദേശിൽ കോൺഗ്രസിന് അമ്പേ തകർച്ചയായിരിക്കും നേരിടുക എന്ന് തന്നെ വ്യക്തം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.